പീതാംബരം കരവിരാജിതചക്രശംഖകൗമോദഗീ സരസിജം കരുണാസമുദ്രം രാധാസഹായം അതിസുന്ദരമന്ദഹാസം വാതാലയേശമനിശം ഹൃദി ഭാവയാമി. മൂകം കരോതി വാചാലം പങ്കും ലംഘയത്തെ ഗിരിം യത്കൃപാതമഹം വന്ദേ പരമാനന്ദമാധവം. അനന്യത്രാണൈകപ്രവണഹൃദയേ ദേവി ദിശമേധനം ധാന്യം സൗഖ്യം ഹരിചരണഭക്തിം ച വിനയം. അസൂയാമാത്സര്യാദ്യനുപമമനോരോഗശമനപ്രവീണാം വാണീം സൽപ്രകരപരമാഹ്ലാദജനനീം. ശ്രീ ഗുരുവായൂരപ്പാ ശരണം. നാരായണ നാരായണ. ഭഗവാന്റെ ഒരനുഗ്രഹം ഉണ്ടായി കഴിഞ്ഞാൽ പിന്നെ നമുക്ക് എന്താ ഈ ജീവിതത്തിൽ ഈ ലോകത്തിൽ വേറെ വേണ്ടത്? അതില്ലാതെ ആയാലും അങ്ങനെ തന്നെയാണ്. എന്തുണ്ടായിട്ടും കാര്യമില്ല. ശ്രീ ഗുരുവായൂരപ്പൻ്റെ അനുഗ്രഹം ഇല്ലെങ്കിൽ ഒന്നും നമുക്ക് നടക്കില്ല എന്നർത്ഥം. പട്ടതിരിപ്പാട് തൻ്റെ വാതരോഗം കൊണ്ട് വന്നിട്ട് ഭഗവാനെ ഭജിച്ച് മാറ്റിയെടുത്തുള്ളത് നമുക്കൊക്കെ അറിയാമെന്നർത്ഥം. അദ്ദേഹം നാരായണീയത്തിലെ ആദ്യത്തെ ശ്ലോകത്തിൽ തന്നെ നോക്കൂ. ഗുരുഭവനപുരേ ഹന്ത ഭാഗ്യം ജനാനാം. അപ്പോ അങ്ങനെയുള്ള ആ ശ്രീ ഗുരുവായൂരപ്പനെ നമ്മളെല്ലാവരും വിചാരിക്കുക, അവിടുത്തെ നാമം ജപിക്കുക. ഇതാണ് നമുക്ക് ഈ ജീവിതത്തിൽ ഏറ്റവും ഉത്തമമായിട്ടുള്ളത്. അതുകൊണ്ട് എല്ലാവരും 10 മിനിറ്റെങ്കിൽ 10 മിനിറ്റ് കിട്ടുന്ന സമയത്ത് ഭഗവാന്റെ നാമം ജപിക്കുക, ഭഗവാന്റെ തൃപ്പാദാരവിന്ദത്തിൽ വീണ് നമസ്കരിക്കുക. ഇതൊക്കെയാണ് ചെയ്യേണ്ടത്. അതിന് എല്ലാവർക്കും തോന്നട്ടെ, സാധിക്കട്ടെ. സർവത്ര ഗോവിന്ദ നാമ സങ്കീർത്തനം. ഗോവിന്ദ ഗോവിന്ദ. നാരായണ 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 നാരായണ.